2 മാസത്തെ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്നതിൻ്റെ ആദ്യ ദിവസം. ലീവ് എടുത്താലും ഇല്ലെങ്കിലും രാവിലെ അടുക്കളയിലെത്തണം, ചായ ഇടണം, കുടിക്കണം. പുട്ടാണ് അപ്പച്ചെമ്പിൽ ഇഡ്ഡലി പാത്രത്തിൽ വെന്തുകൊണ്ടിരിക്കുന്നത്. മീൻകറി ചൂടാക്കാൻ വെച്ചു. പുട്ടിനുള്ള കറിയാണ് കുക്കറിൽ ഇങ്ങനെ വെന്തിരിക്കുന്നത്. കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ചോറിനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ തന്നെ വീട് മൊത്തം ഞാൻ അടിച്ചു വാരി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. ഉണങ്ങാൻ വേണ്ടി ഫാനും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇന്ന് വിറകടുപ്പ് കത്തിച്ചത് ഞാൻ തന്നെയാണ്. കാരണം ചേട്ടൻ നമ്മുടെ വാഴത്തോട്ടത്തിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് വാഴക്കുലയൊക്കെ പഴുത്തിട്ടുണ്ടെന്ന് അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കാനായിട്ട് പോയതാണ്. എന്താണെങ്കിലും വിറകടുപ്പ് കത്തിക്കാനായിട്ട് ഇപ്പം ചേട്ടനില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള കാര്യം ബിന്ദു സ്ട്രീംസിലെ എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വിറകടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട്. ചോറിനുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും പുട്ടൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ടിനുള്ള കറി റെഡിയാക്കണം. ചെറുപയർ തോരൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. നല്ല വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഉണക്കമുളകൊക്കെ ഇടിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് ചെറുപയർ അതിനകത്തേക്ക് മാറ്റി കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ഇളക്കി എടുത്തപ്പോൾ നല്ല അടിപൊളി കറിയായി. പുട്ടിന് വേറെ ഒരു കറിയുടെയും ആവശ്യമില്ല. എന്നാലും ഞാനൊരിച്ചിരി മീൻചാറ് കൂട്ടിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ ദാ കറി റെഡി ആയിട്ടുണ്ട്. അന്നത്തേക്ക് നമ്മുടെ ചോറിന് വെച്ച വെള്ളമൊക്കെ തിളച്ചു. അരിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. ചൂടുവെള്ളത്തിലും പച്ചവെള്ളത്തിലും കഴുകിയാണ് ഞാൻ അരി അടുപ്പത്തേക്ക് മാറ്റുക. അപ്പോൾ ദാ വിറകൊക്കെ പറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം അതവിടെ ഇരുന്ന് വെന്തോളും. വിറക് കത്തി വരുമ്പോൾ ഒന്ന് കൂട്ടി വെച്ചാൽ മതി. അങ്ങ് അടുപ്പിനകത്തേക്ക് ഒന്ന് തള്ളി നീക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് തേങ്ങ പൊതിച്ചതാണ്. ഒരു ചാറുകറിക്ക് വേണ്ടിയിട്ട് തേങ്ങയുടെ ഉള്ളു മൊത്തം കേടായിരുന്നു. എന്നാലും അടുത്ത് തേങ്ങ പൊതിച്ച് ഞാൻ ചാറുകറി ഉണ്ടാക്കി. പരിപ്പും വാഴക്കയും കൂടി ഉണ്ടാക്കിയതാണ്. ചോറായാൽ കുറച്ച് ചാറുകറി കൂടി ചേട്ടന് നിർബന്ധം. ഒരു കുപ്പി പാല് വാങ്ങിയത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അത് കേടാകണ്ടല്ലോ എന്ന് കരുതി ഒരു പായസം അങ്ങോട്ട് വെച്ചു. എന്താണെങ്കിലും നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ട്. അങ്ങനെ കുടിക്കാനുള്ള കഞ്ഞിവെള്ളമൊക്കെ മാറ്റി വെച്ച ചോറിനെ അങ്ങ് വാർത്തിട്ട് ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വരട്ടെ.